ഹായ് ഫ്രണ്ട്സ്, കേരള പോസ്റ്റ് ഓഫീസിലെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ അത് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ആ പരീക്ഷയെക്കുറിച്ചുള്ള അറിവും അതുപോലെ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്നാലേ അതിൽ വരുന്നിരിക്കുന്ന പാറ്റേണുകളും മറ്റും മനസ്സിലാക്കി നമുക്ക് ആ എക്സാമിന് തയ്യാറെടുക്കാൻ വളരെ ഈസി ആയിട്ട് ആ എക്സാമിന് തയ്യാറെടുക്കാൻ കഴിയും. അതിൻ്റെ പാറ്റേണും മറ്റും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ സബ്മിറ്റ് ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എങ്ങനെയാണ് എക്സാം വരുന്നതും അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും മാർക്കും കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എല്ലാ ആളുകൾക്കും അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ അറിയുന്നതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നും ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കേണ്ടതെന്നും കാര്യങ്ങളും ഒന്ന് നോക്കാം. ഫസ്റ്റ് www.keralapost.government.in എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് കിട്ടുന്നതാണ്. ആ അപ്ലൈ ലിങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ്റെ അവിടെ രജിസ്റ്റർ ആവുന്നുള്ളൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോസും അതേപോലെ സിഗ്നേച്ചർ പ്ലസ് നിങ്ങളെ SSLCയുടെ ഒരു കോപ്പി കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ SSLCൻ്റെ നമ്പർ ഡോക്യുമെൻ്റ് നമ്പർ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ അത് കയ്യിൽ വെക്കുക. അതുപോലെ ഫോട്ടോസ് 10 KB 20 KB ഉള്ളിൽ ഫോട്ടോസ് നിങ്ങൾ അത് റെഡിയാക്കി സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിൽ കയറിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏജ് എന്ന് പറയുന്നത് 18 to 27 അതിൽ SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും അതിൽ ഇളവുണ്ട്. ബാക്കി എല്ലാ എക്സാമിനെ പോലെ തന്നെ വിമുക്ത ഭടന്മാർക്ക് അതിൻ്റേതായ ഇളവുകളും നൽകുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായ യോഗ്യതയാണ് അതിൽ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് 14/2/2017. അപ്പോൾ അത്രയും വൈകിക്കണ്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 9 ഏപ്രിൽ 2017. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാൻ സമയം ഏകദേശം 2 മാസത്തോളം ഉണ്ട്. പിന്നെ അതിൻ്റെ ഫീസ് വരുന്നത് 500 രൂപയാണ് ഫീസ്. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസും 400 രൂപ എക്സാം ഫീസുമായിട്ടാണ് 500 രൂപയാണ് ടോട്ടൽ ഫീ വരുന്നത്. ആ ഫീ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാൻ കഴിയില്ല. അടുത്തുള്ള പേയ്മെൻറ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഒരു പ്രിൻ്റ് പോയിട്ട് 500 രൂപയും കൊടുത്താൽ അവർ അത് അടച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാം സിലബസ് വരുന്നത് ജനറൽ നോളേജ് 25 ക്വസ്റ്റ്യൻസ് ആണ്. 25 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് 25 മാർക്കാണ്. ഇംഗ്ലീഷ് 25, മലയാളം 25. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ഈ ജനറൽ നോളേജിൽ നമുക്ക് റീസണിങ്ങും വരുന്നുണ്ട്. റീസണിങ് വരുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു മാക്സിമം ഒരു 15 മാർക്ക് എങ്ങനെയും നേടാൻ കഴിയും മിനിമം. കാരണം റീസണിങ് ഏകദേശം 10 മാർക്കിൻ്റെ തന്നെ ഞാൻ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത് തന്നെ 10-15 മാർക്കിന് ഈ റീസണിങ് വരുന്നുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. മാത്തമാറ്റിക്സിൽ നമ്പറിംഗ് സിസ്റ്റം അതുപോലെ ഓഡ് നമ്പർ, പ്രൈം നമ്പർ എന്ന് പറയുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും പിന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ വർക്ക് ആൻഡ് ടൈം ഒക്കെയാണ് വരുന്നത്. പിന്നെ സ്ക്വയർ റൂട്ട് എന്ന കാര്യങ്ങൾ അതിൽ വരുന്നത് മാത്തമാറ്റിക്സ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇത് അഡ്ജക്റ്റീവ് അതുപോലെ ആർട്ടിക്കിൾസ് അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ടാഗൊക്കെ വരുന്നുണ്ട്. അതും നമുക്കൊരു ഏകദേശം 15 മാർക്ക് സിമ്പിളായിട്ട് മിനിമം മാർക്കാണ് 15 ഞാൻ പറഞ്ഞത്. 15 മാത്തമാറ്റിക്സിൽ ഏകദേശം ഒരു 20 മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം.
കാരണം ഏകദേശം മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്, അതിൻ്റെ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മലയാളത്തിൽ വരുന്നത് മലയാളം ലാംഗ്വേജിൻ്റെ ഗ്രാമർ അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിലും മിനിമം നമുക്ക് അറിയില്ലെങ്കിലും മിനിമം ഒരു 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ടോട്ടൽ എക്സാം വരുന്നത് 120 മിനിറ്റാണ് വരുന്നത്. മറ്റുള്ള എക്സാം പോലെയല്ല. അപ്പോൾ SSൻ്റെ എക്സാം അറിയാനും 75 മിനിറ്റാണ് വരുന്നത്. ഇതിന് 120 മിനിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇതിൽ ഇനി വേക്കൻസി 583 വേക്കൻസിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയി കേരള പോസ്റ്റ് സൈറ്റിൽ പോയി നിങ്ങൾക്ക് കഴിയും എവിടെയെല്ലാമാണ് വേക്കൻസീസ്, എവിടെ നിങ്ങളെ അടുത്തുള്ള സ്ഥലം എവിടെ അവിടെ വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അത് നോക്കി അപ്ലൈ ചെയ്യാം. പിന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ മിനിമം മാർക്ക് കൊടുത്തിട്ടുണ്ട്. ജനറലിനാണെങ്കിൽ 10 മാർക്ക് വേണം ഓരോ വിഷയത്തിലും, ഓരോ സബ്ജക്റ്റിലും. ABCD എന്ന ആ സബ്ജക്റ്റിൽ ഓരോന്നിനും മിനിമം മാർക്ക് 10 മാർക്ക് വേണം. അതുപോലെ OBCക്കാർക്ക് 9 മതി. പിന്നെ വരുന്നത് SC/STക്ക് 8 മാർക്ക് വരുന്നത് മതി. ഓരോന്നിലും മാത്രം കിട്ടിയാൽ മതി. പിന്നെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അവരായിരിക്കും നിങ്ങളുടെ മറ്റുള്ള ലിസ്റ്റ് പോലെ തന്നെയാണ്. സാലറി സ്റ്റാർട്ടിങ്ങിൽ 21,700 പ്ലസ് വരുന്നുണ്ട്, 69,200. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എല്ലാവരും നോർമലായി കഴിയുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റ്മാൻ എന്നുള്ളതെല്ലാം. പോസ്റ്റ്മാൻ 2 വർഷം പ്രൊമോഷൻ പീരീഡാണ്. 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണ്ട ഈ രീതിയിൽ ഒരു പഠനം, വളരെ ചിട്ടയായ രീതിയിൽ പഠനം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പോസ്റ്റ് കിട്ടും. കാരണം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വരുന്ന വീഡിയോസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്താണെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് നമ്മൾ മത്സര പരീക്ഷയിലെ ഈ ഒരു കാര്യങ്ങൾക്ക് നല്ല വീഡിയോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ എല്ലാം ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.